സന്നിധി തന്നിൽ നായക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല സ്നേഹത്തിൽ പ്രഭാത ജാഗരണത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കേണ്ട ഭാഗം സ്വസ്ഥത ഉണ്ടാകുകയില്ല എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. മനപ്പാഠവാക്യം വെളിപ്പാട് 14:11. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ഇന്നത്തെ പാഠം നാം ചിന്തിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളുടെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വായിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ബൈബിളെടുത്ത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 11 ഭാഗങ്ങൾ വായിക്കുക. മൃഗത്തെ ആരാധിക്കുകയും ആ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുകയും ചെയ്യുന്നവർക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല എന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പെടുന്നത്. അങ്ങനെയാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മുദ്ര നാം ഏൽക്കേണ്ടിയിരിക്കുന്നുണ്ട്. എന്താണ് ദൈവത്തിൻ്റെ മുദ്ര, എന്താണ് മൃഗത്തിൻ്റെ മുദ്ര എന്നതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ദിവസവും ഈ വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു നമ്മൾ ചിന്തിച്ചത് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പെടുത്തട്ടെ. ദൈവവചനത്തിന് കടകവിരുദ്ധമായ രീതിയിൽ വ്യാജ ഉപദേശങ്ങൾ ആര് സ്വീകരിക്കുന്നുവോ, ആര് ഉപദേശിക്കുന്നുവോ, അതെല്ലാം മൃഗത്തിൻ്റെ പ്രവർത്തനങ്ങളും ഉപദേശവുമാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ മുദ്ര എന്ന് പറയപ്പെടുന്നത് വിശുദ്ധമായ ശബദാകുന്നു. അത് ദൈവത്തിനും തൻ്റെ മക്കൾക്കും മധ്യയുള്ളതായ ഒരു അടയാളമാകുന്നു എന്നും ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ താനും പ്രസ്താവിക്കുന്നു. ശബത് 7-ാം ദിവസമാകുന്നു, ആഴ്ചയുടെ 7-ാം ദിവസം. ദൈവം സൃഷ്ടിപ്പിൽ നിന്നും 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ആയതിനാൽ ആ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ആയതുപോലെ ദൈവത്തിൻ്റെ മക്കൾ ദൈവകൽപ്പനയും യേശുവിലെ വിശ്വാസവും കാത്തുകൊള്ളുന്നതായ വിശുദ്ധന്മാർ ദൈവം സ്വസ്ഥമായിരിക്കുന്നതായ വിശുദ്ധീകരിച്ചതായ ആ ദിവസത്തിൽ സ്വസ്ഥമായിരിക്കണമെന്ന് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു എന്ന് ഉൽപ്പത്തി 2:3 പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെയാണ് നാം യേശുവിനെ പോലെ ആകുന്നത്? എപ്പോഴാകുന്നു? യേശു വെച്ചു പോയിരിക്കുന്നതായ ജീവിത മാർഗങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ, അതിനുപടി ജീവിക്കുമ്പോൾ, അനുസരണമുള്ളവരായിരിക്കുമ്പോൾ, ദൈവവചനത്തിന് അനുസരണമുള്ളവരായിരിക്കുമ്പോൾ, ദൈവത്തിന് കീഴ്പ്പെടുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് നാം യേശുവിനെ പോലെ ആകുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടതെന്ന് എഫേസ്യ ലേഖനം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കൽപ്പനകൾ നമ്മെ നേരായ മാർഗത്തിൽ നയിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ, ക്രിസ്തുവിലുള്ള കൃപ നമുക്ക് രക്ഷപ്പെടുവാൻ, നിത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതെ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 16 വാക്യത്തിൽ ഇതേ വാക്യം യെഹെസ്കേൽ പറയപ്പെടുന്നുണ്ട്. കല്ലാവുള്ള ഹൃദയം മാറ്റപ്പെട്ടിട്ട് മാംസമായൊരു ഹൃദയം നമ്മുടെ ഉള്ളിലാക്കിയിട്ട് അതിൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും എഴുതപ്പെടും. ദൈവം താൻ നമ്മുടെ ദൈവവും നാം അവിടെ ദൈവത്തിൻ്റെ ജനവുമായി തീരുമെന്ന് പറയപ്പെടുന്നുണ്ട്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മെ എന്ന് ഓർമ്മപ്പെടുത്തുന്നത്, നാം മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നതായ തെറ്റായ ഉപദേശങ്ങൾക്ക് കീഴ്പ്പെടുന്നവരാകരുത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവികതയ്ക്കും ദൈവമുദ്രയ്ക്ക് മുതൽക്കൂട്ടുമായിരിക്കട്ടെ. നമ്മുടേതായ മുദ്ര നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ നാം കൈക്കൊള്ളണമെന്ന് യാക്കോബിന്റെ ലേഖനം പ്രതിപാദിക്കുന്നു. ചുരുക്കത്തിൽ നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത് അത് അനുവർത്തിക്കുക നമ്മോട് പറയുന്നു. കർത്താവ് പതിവ് പോലെ ശബദിൽ പള്ളിയിൽ പോയ വ്യക്തിയാണ്. ശബദ് 7-ാം ദിവസമാണ്. ആ വിശുദ്ധി നാം പരിപാലിക്കുക. ശബദിൻ്റെതായ പവിത്രത കാത്തു പരിപാലിക്കുക. ബാക്കി എല്ലാ ആരാധന ദിവസങ്ങളും ക്രമങ്ങളെല്ലാം സാത്താൻ്റെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ആയിരിക്കാൻ അവ വളരെ വ്യക്തമായി വചനം നിങ്ങളെ ഓർപ്പെടുത്തുന്നുണ്ട്. അവ ഉപേക്ഷിച്ചിട്ട് ദൈവസന്നിധിയിൽ നിലനിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, നൽകിയ വചനത്തിനായി സ്തോത്രം കർത്താവേ.
വിശ്വസ്താൽ നിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. മൃഗത്തിൻ്റെ വ്യാജ വിശ്രമത്താൽ വഞ്ചിക്കപ്പെട്ട് നശിച്ചുപോകാനിടയാകാതെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതായ വിശുദ്ധമായ ആ 7-ാം ദിവസത്തിൽ അതിൻ്റെ പവിത്രത കാത്തുകൊണ്ട് ആ മുദ്രണം ഏറ്റുകൊണ്ട് ജീവിക്കുന്ന ആൾ മുഴുവനും സാക്ഷ്യം നിലനിൽക്കുവാൻ ഓരോ മക്കളെയും അവിടുത്തെ ആത്മാവിനാൽ നയിക്കപ്പെടുമാറാകണമേ. ആമേൻ.